എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങനൊരു പരിപാടിയിൽ വിളിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഫാമിലി കൂട്ടായ്മ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നറിയുന്നത്. വളരെ സന്തോഷം തോന്നി. കാരണം എന്നെ പോലെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ പോലെ എൻ്റെ സുഹൃത്തുക്കളെ പോലെ ആയിരക്കണക്കിന് മനുഷ്യർ ഇവിടെ മതേതരരായി ജീവിക്കുന്നുണ്ട്, എത്തീസ്റ്റുകളായി ജീവിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കൂട്ടായ്മ, മത ഇതരരായി മതം വേണ്ടാതെ ജീവിക്കാൻ കഴിയുന്ന കുടുംബ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആ ഒരു മഹത്തായ ആശയത്തിൻ്റെ പേരിൽ സമ്മേളിച്ചിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഇതൊരു വളരെ കാലികമായ ഒന്നാണ്, നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. കേരളത്തിൽ അങ്ങനെ ഒരു വലിയ കമ്മ്യൂണിറ്റി ഉയർന്നു വരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഞാൻ ആദ്യമേ തന്നെ ഒരു സംശയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഞാനിവിടെ കേട്ട നമ്മുടെ ഗാനം, അതിലെ ഒരു വരി എനിക്ക് ആദ്യം കേട്ടപ്പോൾ തന്നെ സ്ട്രൈക്ക് ചെയ്തു. നമ്മൾ സയൻസിനെ തൊഴേണ്ടതുണ്ടോ? നമ്മൾ അറിയാതെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മുടെ എക്സ്പ്രഷനുകൾ, സൈനുകൾ, സിംബലുകൾ നമ്മൾ വിചാരിക്കാത്ത അർത്ഥതലങ്ങളിലേക്ക് പോവുകയും നമ്മൾ എന്ത് നിലപാടിലാണോ നിൽക്കുന്നത് ആ നിലപാടിന് വിരുദ്ധമായ ആളുകൾക്ക് നമ്മൾ പോസിറ്റീവെന്ന് പറഞ്ഞ് വയ്ക്കുന്ന, ഉപയോഗിക്കുന്ന, ശീലിക്കുന്ന കാര്യങ്ങളെ നമുക്കെതിരെ അടിക്കാനുള്ള വടിയാക്കി മാറ്റാനും കഴിയുന്ന വളരെ അതിസൂക്ഷ്മ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സയൻസ് എന്താണ് നമ്മളോട് പറയുന്നത്? സയൻസ് പറയുന്നത് ഒരു മനുഷ്യനോടും തൊഴുതു നിൽക്കാൻ പറയുന്നില്ല. തൊഴുക എന്ന് പറയുന്ന ഈ ഒരു സിമ്പൽ നമുക്കറിയാം. മുതുകുകൂനിയ മനുഷ്യന്മാർ, അതാണ് നമുക്ക് ആദ്യം തൊഴലിൻ്റെ സിമ്പൽ വരിക. അവിടെ ഒരു ഹൈറാർക്കി ഉണ്ട്, തുല്യതയില്ലായ്മയുണ്ട്, വിവേചനമുണ്ട്, വിഭിന്നമായിട്ടുള്ള ചില സാമൂഹ്യ ആസ്പെക്റ്റുകൾ നിലനിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഈക്വാലിറ്റി നമുക്ക് കാണാൻ കഴിയില്ല. സമത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തൊഴൽ എന്ന് പറയുന്ന ഗെസ്റ്ററിന് സമത്വമായിട്ട് യാതൊരു ബന്ധം പോലും ഇല്ല. യാതൊരു ബന്ധവുമില്ല എന്ന് ഞാനിപ്പോൾ പറയാൻ വന്നതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുക പുലബന്ധം എന്നാണ്. പുല എന്ന വാക്ക് ഇന്ന് ഉപയോഗിക്കാൻ പാടില്ല, പൊളിറ്റിക്കലി തെറ്റാണ്, അപ്പൊളിറ്റിക്കലാണ്. ഇത്രമാത്രം നാവിലേക്കൊരു സംഗതി വരുമ്പോൾ പോലും അതിനെ അവിടെ വെച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജാഗ്രത ഉള്ളവർക്ക് മാത്രമേ ഒരു പ്രത്യേക മനുഷ്യരായി ഇവിടെ ഉയർന്നു വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സദസ്സാണ് ഇവിടെ എന്നുള്ളത് കൊണ്ടാണ് ഇത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യം പറയാൻ ഞാൻ ധൈര്യം കാണിക്കുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യപ്പെടേണ്ടതിനെ നാവിലും അതിനുമപ്പുറം തലച്ചോറിലും എഡിറ്റ് ചെയ്ത് മാത്രം പുറത്തേക്ക് വിടാൻ വേണ്ടത്ര ജാഗ്രത കാണിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സയൻസിനെ കുറിച്ച്, സയൻസാണ് നമുക്ക് ആകെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്ന്. അതിനെ കൂടെ നമ്മൾ ദൈവമാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് വൈരുദ്ധ്യമാണ്. സയൻസിനെ ദൈവമാക്കി മാറ്റുകയാണെങ്കിൽ പിന്നെ നമ്മളിവിടെ കൂടിയിരിക്കുന്നതിന് പോലും അർത്ഥമില്ല. മതേതരർ, ദൈവം എന്തിൻ്റെ ഉൽപ്പന്നമാണ് എന്ന് ആലോചിക്കണം. ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത്? മതങ്ങളാണ്, അല്ലേ? അപ്പോൾ നമ്മൾ തൊഴുകയും കൈകൂപ്പുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തു പോകുമ്പോൾ നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന വളരെ അടിസ്ഥാനപരമായ കൺസർവേറ്റീവായ കൺവെൻഷനലായ തോട്ട് നമ്മൾ അറിയാതെ പുരോഗമനം എന്നുള്ള മട്ടിൽ നമ്മളിലേക്ക് കടന്നു. ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മൾ പറയുന്നതും ചെയ്യുന്നതൊക്കെ പുരോഗമനമാണ്. പക്ഷേ അതിൻ്റെ അടിത്തട്ടിലേക്ക് കിനിഞ്ഞു നോക്കിയാൽ അട്ടർലി വളരെ വളരെ നെഗറ്റീവായിട്ടുള്ള മനുഷ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിരിക്കുക. പുരോഗമനത്തിൻ്റെ പൊടി പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പുരോഗമനത്തിൻ്റെ വേഷം കെട്ടി നമ്മുടെയൊക്കെ ഭാണ്ഡത്തിൽ പേറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരോഗമനത്തിൻ്റെ ലേബലുണ്ട് എല്ലാത്തിനും, നവോത്ഥാനത്തിൻ്റെ ലേബലുണ്ട് എല്ലാത്തിനും, സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ലേബലുണ്ട് എല്ലാത്തിനും. പക്ഷേ കുപ്പിയിൽ വീഞ്ഞു പഴയതാണ്. നമ്മൾ അറിയാതെ അതിൻ്റെ ഭാണ്ഡം ചുമക്കുകയാണ്. ഇത് കേട്ടതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. സയൻസ് സല്യൂട്ട് ചെയ്യേണ്ട ഒന്നാണ്. അത് മനുഷ്യകുലത്തെ മാറ്റിമറിച്ചതാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന എല്ലാത്തരം പുരോഗതിക്കും കാരണം സയൻസാണ്. ശാസ്ത്രം കണ്ടുപിടിച്ചിരുന്നില്ലെങ്കിൽ, ശാസ്ത്രത്തിൽ അതിനൂതനമായ അത്യാധുനികമായ പരീക്ഷണങ്ങൾ നിരന്തരം നടക്കുന്നില്ലെങ്കിൽ മനുഷ്യകുലം ഇന്ന് ഭൂമുഖത്തുണ്ടാകുമായിരുന്നില്ല. മനുഷ്യകുലത്തെ നിലനിർത്തുന്നതും വളർത്തുന്നതും നമ്മൾ ഈ പറയുന്ന പോലെയുള്ള എല്ലാ ചിന്താ പദ്ധതികളിലേക്കും നമ്മളെ നയിക്കുന്നതും ശാസ്ത്രം മാത്രമാണ്. നമുക്ക് വ്യക്തമായി കണ്ടറിയാനും തൊട്ടറിയാനും അനുഭവിച്ചറിയാനും
കഴിയുന്ന ഒരു സത്യം, അത് ശാസ്ത്രമാണ്. അപ്പോൾ അതിനെ നമ്മൾ കാണേണ്ടത് മതേതരമായ രീതിയിലാണ്. എന്താണ് മതം? അവിടേക്കാണ് നമ്മൾ മതേതരം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം മതത്തെക്കുറിച്ചാണ്. എന്താണ് മതം? സ്വാഭാവികമായി നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പഠിച്ചിട്ടുള്ള മതം എന്നാൽ എൻ്റെ മതം, എൻ്റെ അഭിപ്രായം എന്ന അർത്ഥത്തിലാണ്. അഭിപ്രായമാണ് ഒരു വ്യക്തിയെ നിർമ്മിക്കുന്നത്. ഒപ്പീനിയൻ ഇല്ലാത്ത ആൾ നമ്മൾ പറയും നിലപാടില്ലാത്ത ആളെന്നൊക്കെ പറയും. ഒപ്പീനിയനൊക്കെ കടന്നുള്ള വലിയ കാര്യമാണ് നിലപാട്. നിലപാടൊരു വലിയ ക്രൂഷ്യലായിട്ടുള്ള വാക്കാണ്. അതൊരു സാക്രിഫൈസും കൂടിയാണ്. നിങ്ങൾക്കൊരു നിലപാടുണ്ടായിരിക്കുകയും ആ നിലപാടിൽ ജീവിക്കുകയും ആ നിലപാട് സത്യമാണ് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് പ്രൂവ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാക്രിഫിഷ്യലാണ്. അതൊരു വലിയ ക്രൂഷ്യലാണ്. അതൊരു രക്തസാക്ഷിത്വത്തിന് സമാനമായ കാര്യമാണ്. നമ്മുടെ ആശയത്തിനും നമ്മുടെ വാക്കിനും ആ വാക്ക് നമ്മളെ പ്രതിദാനം ചെയ്യുന്ന പ്രവൃത്തിക്കും വേണ്ടി നമ്മളെ മാറ്റിവെക്കുന്ന ഒരവസ്ഥ രക്തസാക്ഷിത്വമാണ്. അപ്പോൾ ശരിയായ നിലപാടുള്ളവർ ജീവിച്ചുകൊണ്ട് തന്നെ സ്വയം രക്തസാക്ഷിയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. കാരണം അവർക്ക് കഷ്ടനഷ്ടങ്ങളുടെ പെരുമഴയാണ്. അവർക്കെല്ലാം നഷ്ടമായിരിക്കും. കാരണം അവർ എല്ലാവരുടെയും കണ്ണിലെ കരടായിരിക്കും. കുടുംബ ബന്ധങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിൽ, സമൂഹത്തിൽ, രാഷ്ട്രീയ പാർട്ടികളിൽ, അധികാരത്തിൻ്റെ കോറിഡോറുകളിൽ, സാമൂഹ്യ വിരുദ്ധരുടെ മുന്നിൽ, അധാർമിക പ്രവൃത്തി നടത്തുന്നവരുടെ മുമ്പിൽ, അനീതി പ്രവർത്തിക്കുന്നവരുടെ മുമ്പിലൊക്കെ ഇത്തരം നിലപാടുള്ള വ്യക്തികളും പ്രസ്ഥാനങ്ങളും വലിയ നോട്ടപ്പുള്ളികളായിരിക്കും. അവരൊറ്റപ്പെട്ടവരാകും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അവർ രക്തസാക്ഷികളാണ്. ജീവിച്ചിരിക്കുന്ന അറിഞ്ഞുകൊണ്ട് വഴി തിരഞ്ഞെടുത്ത രക്തസാക്ഷികളാവും അവർ. അപ്പം നിലപാടിനുമൊക്കെ കുറച്ച് താഴെ നിൽക്കുന്ന ഒരു സംഗതിയാണ് നമുക്ക് അഭിപ്രായം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. നമുക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കുക. അപ്പോൾ അതാണ് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് മതം എന്ന കാര്യത്തിന് ഒരു പര്യായമായി പഠിച്ചത് അഭിപ്രായം എന്നാണ്. ഒപ്പീനിയൻ ഉണ്ടായിരിക്കുക. ഒരു വ്യക്തിക്ക് ഒരു അഭിപ്രായം വേണം. എന്ത് കേട്ടാലും സമൂഹത്തിൽ നടക്കുന്നതിനെക്കുറിച്ച്, സ്വന്തം ജീവിതത്തിൽ നടക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒരു അഭിപ്രായം വേണം. അതാണ് മതം എന്ന് കുറച്ചു കാലം, കാരണം എൻ്റെയൊക്കെ കുടുംബം അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് കുറച്ചു കാലം മനസ്സിലാക്കിയിരുന്നത്. പിന്നീട് കുറച്ചും കൂടി വളരുമ്പോഴാണ് സമൂഹത്തിൻ്റെ സങ്കീർണതകൾ മനസ്സിലാക്കിയ ഒരു കാലത്താണ് ഈ മതം എന്ന് പറയുന്നത് വലിയൊരു അപകടം പിടിച്ച കാര്യമാണെന്നും അത് കേവലം ഒരു അഭിപ്രായമല്ലെന്നും അതൊരു ദുരന്തമാണെന്നും അത് മനുഷ്യനെന്ന അവസ്ഥയെ ഇല്ലായ്മ ചെയ്യുന്ന തീവ്രവാദികളുടെ ഒരു സംഘമാണെന്നൊക്കെ മനസ്സിലാവുന്നത്. മതം തീവ്രവാദികളുടെ സംഘമാണ്. ഇന്നിപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടെ ഇവിടെ നിൽക്കുന്നു. കാരണം എന്താണ്? നമ്മൾ കഴിഞ്ഞ മാസം 27-ാം തീയതി മുതൽ ഒരു യുദ്ധത്തിൻ്റെ ഛായയിലായിരുന്നു. അവിടെ യുദ്ധത്തിൻ്റെ പോർക്കളത്തിൽ നിൽക്കുന്നത് മതങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് ഇന്നലെ രാത്രി മുതൽ നമുക്കൊരു വിടുതൽ കിട്ടിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് സീസ് ഫയർ നടന്നിട്ടുണ്ട്. ഉണ്ടാവില്ല, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ മതം എന്നത് ലോകത്തുണ്ടായിട്ടുള്ള ഒട്ടുമിക്കാൽ യുദ്ധങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് മതങ്ങളാണ്. മതമാണ്. ജനാധിപത്യമൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറയും. എല്ലാ രാജ്യത്തും ജനാധിപത്യമുണ്ട്. അമേരിക്കയിൽ ജനാധിപത്യം, ഇന്ത്യയിൽ ജനാധിപത്യം, എല്ലാ രാജ്യത്തും ജനാധിപത്യമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ജനാധിപത്യങ്ങളെ പിന്നിൽ നിന്ന് നയിക്കുന്നത് ആരാണ്? മുന്നിൽ നിന്നല്ല, പിന്നിൽ നിന്ന് നയിക്കുന്നത് ആരാണ്? മതങ്ങളാണ്. അത് സങ്കുചിതമാകുന്നിടത്തോളം ജനാധിപത്യത്തിൻ്റെ വാതായനങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന അതാണ്. മതം അധികാരത്തിൻ്റെ ബാക്ക് സ്റ്റേജിൽ നിന്ന് ഫ്രണ്ട് സ്റ്റേജിലോട്ട് പതിയെ നടക്കുന്ന കാഴ്ചയ്ക്കാണ് നമ്മൾ ഈ ഭരണവ്യതിയാനമെന്നും ഈ സമൂഹത്തിൽ നടക്കുന്ന ഒട്ടേറെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന അതാണ്. ബാക്കിൽ നിന്ന് അധികാരത്തെ നിയന്ത്രിച്ചിരുന്ന എന്ന് പറഞ്ഞാൽ ഈ ഒരു 2014 മുമ്പ് വരെ മതം ബാക്കിൽ നിന്നാണ്. അപ്പോഴും മെച്ചമൊന്നും ആയിരുന്നില്ല. ബാക്കിൽ നിന്ന് അധികാരത്തെ നിയന്ത്രിക്കുകയായിരുന്നു. കാരണം മതത്തെ സ്പർശിക്കുന്ന, മതത്തിന് വിഷമമുണ്ടാകുന്ന, മതത്തിൻ്റെ അനുയായികൾക്ക് ദോഷം വരുന്ന ഒന്നും ഒരു ഭരണാധികാരികളും ഇന്ത്യയിലും ചെയ്തിട്ടില്ല. ജനാധിപത്യം നിലനിൽക്കുമ്പോഴും ചെയ്തിട്ടില്ല. പക്ഷേ 2014 മുതൽ നമ്മൾ കാണുന്നത് മതം ബാക്കിൽ നിന്ന് നിയന്ത്രിക്കുന്നിടത്തുനിന്ന് പതിയെ നടന്ന് തുല്യതയിലെത്തുന്നു. തുല്യതയും കഴിഞ്ഞ് മുന്നിലേക്ക് വന്ന് നിന്ന് ഭരിക്കാനും നയിക്കാനും തുടങ്ങുന്ന കാഴ്ച. അപ്പം നമ്മൾ മതേതരരായി ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് എന്തുമാത്രം ആകുലതകൾ ഉണ്ടാക്കുന്നതാണ്. ഒരു രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് നമ്മൾ അഭിമാനിച്ചിരുന്നിടത്തു നിന്ന്, മഹത്തായ ഒരു ഭരണഘടനയുണ്ട് എന്ന് നമ്മൾ അഭിമാനിച്ചിരുന്നിടത്തു നിന്ന്
എല്ലാ മനുഷ്യർക്കും തുല്യത പ്രദാനം ചെയ്യുന്ന, കാരണം അതൊരു ആശയമാണ്. തുല്യത നമ്മുടെ സമൂഹത്തിൽ വന്നോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ ഒരു തുല്യതയ്ക്കുള്ള ഒരു സങ്കല്പം നമുക്കുണ്ടായിരുന്നു ഇന്ത്യക്കാർക്ക്. നമ്മുടെ ഭരണഘടനയിൽ അതുണ്ട്. എല്ലാ മനുഷ്യരും തുല്യരാണ്, ജാതി മത വർണ്ണങ്ങൾക്ക് അതീതമായി മനുഷ്യർ തുല്യരാണെന്നുള്ള ഒരു സങ്കല്പം. പലപ്പോഴും നമ്മൾ സങ്കല്പത്തിൽ പിടിച്ചാണ് ജീവിക്കുന്നത്, അല്ലേ? നാളെക്കുറിച്ചുള്ളത് നമ്മുടെ സങ്കല്പമാണ്, സ്വപ്നമാണ്. ആ സ്വപ്നത്തിൻ്റെ ബലത്തിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്ന് കാലത്ത് ഇപ്പം ഞാൻ കൊണ്ട് 7 മണിക്ക് വരുമ്പോഴും ഒരു മനുഷ്യൻ, ഒരു തൊഴിലാളിയാണ്, അയാൾ ലോട്ടറി എടുക്കുന്നു. അയാൾ പണിക്ക് വന്നതാണ്, എന്തോ സ്പെഷ്യൽ പണിയാണ്. പക്ഷെ ആ മനുഷ്യനും ലോട്ടറി എടുക്കുകയാണ് രാവിലെ. പ്രതീക്ഷയാണ്, എന്നെങ്കിലും ഞാനൊരു അംബാനിയാകും, അല്ലേ? ഇനി അംബാനി ആയില്ലെങ്കിൽ അംബാനിയുടെ ഡ്രൈവറെങ്കിലും ആയാൽ മതി. പക്ഷെ അതിന് എങ്ങനെയെങ്കിലും ഇങ്ങനത്തെ ഒരു അത്ഭുതം നടക്കണം. അതൊരു സ്വപ്നമാണ്, ഒരു ആഗ്രഹമാണ്. നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ സ്വപ്നങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ടാണ് എല്ലാ ഭരണകൂടങ്ങളും അവരുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ലോട്ടറി ഒരു കാപട്യമാണ് എന്ന് നമുക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയാം. 10,000 ലക്ഷക്കണക്കിന് മനുഷ്യൻ്റെ ദിവസ അധ്വാനത്തിൻ്റെ ഒരു പങ്കാണ് ആഴ്ചയിലും മാസത്തിലുമായിട്ട് ലോട്ടറി ആയിട്ട് വാങ്ങിയെടുക്കുന്നത്. അതിലെത്ര പേർക്ക് കിട്ടുന്നുണ്ട് ലോട്ടറി എന്നുള്ളത് നമുക്കും അറിയാം. പക്ഷേ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും നാളെയെക്കുറിച്ചുള്ള വലിയൊരു പ്രതീക്ഷ, സ്വപ്നം മനുഷ്യനെ കൊണ്ട് ഇതിൻ്റെ പിന്നാലെ പായാനും കുട്ടികൾ പട്ടിണി കിടന്നാലും ഈ ലോട്ടറി എടുക്കാനും ഉള്ള ഒരു വ്യഗ്രത നിർമ്മിക്കുകയാണ്. അതാണ് സ്വപ്നത്തിൻ്റെ ഒരു പ്രസക്തി. സ്വപ്നം നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കുന്നതിൻ്റെ ഒരിക്കലും നടക്കില്ലെന്നറിയാമെങ്കിലും അത് പോസിറ്റീവും കൂടിയാണ്. സ്വപ്നം കാണുക, പ്രതീക്ഷിക്കുക. പ്രതീക്ഷയില്ലാത്ത മനുഷ്യരാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവസാനിപ്പിച്ചേക്കാമെന്ന് വിചാരിക്കുന്നത്, ചെറിയൊരു പ്രശ്നം, പ്രതിസന്ധി വരുമ്പോഴും. പക്ഷേ ഈ പ്രതീക്ഷയുടെ ചിറകിലേറി സഞ്ചരിക്കുന്ന മനുഷ്യർ, അവിടെയാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രസക്തി. നമുക്ക് ആശ്രയിക്കാം, നമുക്ക് കേസ് കൊടുക്കാം, പോലീസ് സ്റ്റേഷനിൽ പോകാം, പരാതിപ്പെടാം, അതിനെക്കുറിച്ച് ഊറ്റം കൊള്ളാം, ഫേസ്ബുക്കിൽ എഴുതാം, പ്രസംഗിക്കാം, ലേഖനം എഴുതാം, പുസ്തകം എഴുതാം. കാരണം നമ്മുടെ രാജ്യം അതിന് അനുവദിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ പ്രതീക്ഷയാണ് പതിയെ 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 ഇല്ലാതാകുന്ന തരത്തിലേക്ക് മതം അതിൻ്റെ മുകളിലേക്ക് ഒരു ഛായയായി പടരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോഴാണ് ഭരണഘടന നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ള നമ്മുടെ ഇക്വാലിറ്റി, അത് മനുഷ്യർക്കിടയിലുള്ള ഇക്വാലിറ്റി, മതങ്ങൾക്കിടയിലുള്ള ഇക്വാലിറ്റി, ജാതികൾക്കിടയിലുള്ള ഇക്വാലിറ്റി, ജെൻഡറുകൾക്കിടയിലുള്ള ഇക്വാലിറ്റി, ഓരോന്നായി എടുത്ത് പരിശോധിക്കാൻ നമുക്ക് ദിവസങ്ങളോളം വേണ്ടി വരും. ഏറ്റവും മിനിമം ഒരു സന്തുലിത സമൂഹ നിർമ്മിതിക്ക് അത്യാവശ്യം മിനിമം മനുഷ്യർ തമ്മിലുള്ള തുല്യതയും അതിലെ ജെൻഡറുകൾ തമ്മിലുള്ള തുല്യതയുമാണ്. ഇനി സമ്പത്തിൻ്റെ തുല്യത വരാൻ കുറച്ച് വൈകിയാൽ പോലും മനുഷ്യനോടുള്ള പെരുമാറ്റത്തിലും ഇടപെടലിലും സാമൂഹ്യമായിട്ടുള്ള സ്പേസ് വിഭജിക്കുകയും അത് മനുഷ്യന്മാർ ചെറിഷ് ചെയ്യുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അവരത് അനുഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കുള്ള ഒരു സന്തുലിതാവസ്ഥ അഥവാ ഒരു സമത്വം, അതിന് വിഘാതമായി നിൽക്കുന്ന ഒന്നാണ് മതം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയുടെ പ്രസക്തിയും. എല്ലാത്തരം സമത്വങ്ങൾക്കും വിഘാതമായി നിൽക്കുന്ന ഒന്നാണ് മതം. അപ്പം നമ്മുടെ സമൂഹത്തിൽ തന്നെ എത്രയോ മതങ്ങളുണ്ട്. ഓരോ മതത്തിനും ഓരോ അജണ്ടയാണ്, ഓരോ മതത്തിനും ഓരോ പൊളിറ്റിക്കൽ പ്രപഗൻഡയാണ്. ഓരോ മതത്തിലെയും സ്ത്രീകളോടുള്ള പെരുമാറ്റം വ്യത്യസ്തമാണ്. ഓരോ മതത്തിലും പഠന സമ്പ്രദായം, കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ഓരോ മതവും കുടുംബം എന്ന സങ്കല്പത്തിന് നൽകുന്ന അർത്ഥം വ്യത്യസ്തമാണ്, അതല്ലെങ്കിൽ അത് നിർമ്മിക്കുന്ന സംസ്കാരം വേറെയാണ്. അപ്പം ഇതെല്ലാം കൊണ്ട് തന്നെ വാതായനം നിറഞ്ഞ ഒരു സമൂഹമായി നമ്മൾക്ക് വളരുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ ഇഷ്ടപ്പെടുകയോ സ്നേഹിക്കുകയോ ചെയ്യുമ്പോൾ ഉടനെ വലിയ സാമൂഹ്യ പ്രതിസന്ധി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അവിടെയാണ് സ്വാഭിമാന കൊലകൾ, ഇത്രയും എഡ്യൂക്കേഷനുള്ള കേരളത്തിൽ പോലും സ്വാഭിമാന കൊലകൾ സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു മതം വളരെ വെള്ളം കയറാത്ത അറയായി നിലനിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും നമ്മുടെ കേരള സമൂഹം വളരെ ഒരു പുകമറയൊക്കെ സൃഷ്ടിച്ച് നമ്മൾ വളരെ സമത്വമുള്ളവരാണെന്നും
നമ്മൾ വളരെ സ്നേഹമുള്ളവരാണെന്നും നമ്മൾ തുല്യതയിൽ അധിഷ്ഠിതമായിട്ടാണ് ജീവിക്കുന്നതുമൊക്കെ വരുത്തി തീർക്കാനുള്ള വലിയൊരു ശ്രമം നടത്തുന്നുണ്ട്. നമ്മളൊരു പൊങ്ങച്ച കൂടാരമാണ്, അല്ലേ? സത്യമല്ലേ? മലയാള സമൂഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളം വിട്ടിട്ട് നമ്മൾ പുറത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പച്ചയായ മനുഷ്യരാണ്. അവിടെ ജാതിയും മതവും ഒക്കെ വളരെ പരസ്യമാണ്. അല്ലെങ്കിൽ അടിമ ഉടമ വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ദളിത് പീഡനം വളരെ കൂടുതലാണ്. ട്രൈബലുകളോടുള്ള ആറ്റിറ്റ്യൂഡ് വളരെ കൂടുതലാണ്. അവരുടെ സാമൂഹ്യ വിഭവ വിതരണത്തിലൊക്കെ വലിയ അന്തരമുണ്ട്, നമ്മളുടേതുപോലെ അല്ല. പക്ഷേ അതൊക്കെ പരസ്യമാണ്, അവരൊന്നും ഒളിച്ചു വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് പോയിട്ട് നമുക്ക് അവിടുത്തെ കണക്കുകൾ എടുക്കാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് കണക്കെടുക്കാൻ കുറച്ച് പ്രശ്നമാണ്. കാരണം നമ്മളെല്ലാം ഒളിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, വളരെ ഒളിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പം ആ ഒളിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഒരു തെളിഞ്ഞ രൂപം പുറത്തേക്ക് വന്നത് ഈ അടുത്ത 2 ആഴ്ച കൊണ്ട് കേരളത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വേടൻ എന്ന് പറഞ്ഞൊരു പാട്ടുകാരൻ, പുതിയൊരു പാട്ടുകാരനെ കുറിച്ച് സമൂഹത്തിലുണ്ടായ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും അതുണ്ടാക്കിയിട്ടുള്ള റിപ്പിൾസുകൾ, അതുണ്ടാക്കിയിട്ടുള്ള സാമൂഹ്യ ചലനങ്ങളും മാത്രം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം നമ്മൾ എത്രമാത്രം ഹിപ്പോക്രാറ്റുകളാണ്. നമ്മൾ എന്തുമാത്രം സമത്വം സംസാരിക്കുകയും വർണ്ണമില്ലെന്നും വർഗമില്ലെന്നും നമ്മൾ നാവുകൊണ്ട് പറയുകയും മനസ്സുകൊണ്ട് അതിനെ ആഗ്രഹിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ അതിൻ്റെ ഒരു വളരെ അപകടകരമായ ഒരു അവസ്ഥ, പരസ്യമായ ഒരു കാര്യമുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ എളുപ്പമാണ്. നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാനും തിരുത്താനും വളരെ പാടാണ്. അതുകൊണ്ടാണല്ലോ കുഞ്ഞുങ്ങൾ ഓപ്പണായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ അവർ നമ്മളോട് ഡിസ്കസ് ചെയ്താൽ നമുക്ക് എളുപ്പമാണ് അവർക്ക് തിരുത്തി കൊടുക്കാൻ. പക്ഷേ ഒളിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ തിരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ സമൂഹം പ്രാക്ടീസ് ചെയ്യുന്ന പല കാര്യങ്ങളും, സാമൂഹ്യ വിരുദ്ധ കാര്യങ്ങളും, അത് അന്ധവിശ്വാസമാകട്ടെ ജാതീയമായിട്ടുള്ള പ്രാക്ടീസ് ആകട്ടെ, ഇതെല്ലാം രഹസ്യമായിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അവസരം വരുമ്പോൾ മാത്രം അത് പുറത്തെടുക്കുകയും ആ അവസരം കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം നമ്മൾ മതേതരരാകുകയും ജനാധിപത്യവാദികളാകുകയും പുരോഗമനവാദികളാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ആവശ്യം വരുമ്പോൾ മാത്രം പുറത്തേക്ക് തലനീട്ടും, പിന്നെ അകത്തേക്ക് എടുക്കും, പിന്നെ പുറത്തേക്ക്. 3-4 ചെരുപ്പുണ്ട് നമ്മൾക്ക്.